തിരുവറ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് 10-ാം ദിവസം 25/4/2026 കാലത്ത് നടന്ന ഗണപതി ഹോമം, സോപാനത്തിൽ പൂജ, മഹാദേവനുള്ള തത്വകലശം, കർപ്പൂരാദി കലശം, ബ്രഹ്മകലശം, ദ്രവ്യകലശം, കരികലശങ്ങൾ, 501 കലശങ്ങൾ ഉള്ള പൂജകളും, മഹാവിഷ്ണുവിന് സോപാനത്തിൽ പൂജ, തത്വകലശ പൂജ, സഹസ്രകലശം, ബ്രഹ്മകലശം, ദ്രവ്യകലശം, കരികലശങ്ങളെല്ലാം കൂടി 1000 കലശങ്ങൾ ഉള്ള പൂജകളും നടന്നു. വൈകുന്നേരത്ത് ദേവനോട് കലശമാടാനുള്ള അനുവാദം ചോദിക്കലുകൂടി നടന്നതിന് ശേഷം 25-ാം തീയതി, അതായത് 10-ാം ദിവസത്തെ പൂജാക്രികൾ പൂർത്തിയായി. വിഷ്ണുവിൻ്റെ സഹസ്രകലശം പൂജയ്ക്ക് ശേഷം മൂടി വച്ചിരിക്കുന്നു. നട തുറന്ന് കണി കാണിക്കും. ആദ്യം അവിടെ തുറക്കും. അവിടെ കഴിഞ്ഞൊരു 4:45 ഇവിടെ തുറക്കും. അവിടെ എല്ലാവരും ഒന്ന് തൊഴുത് വെച്ച് ഇവിടെ വരാൻ 4-ാം കലശം എന്നാണ് ഇതിൽ പറയാം. ഈ ചതുർത്ഥ സ്നാനം നടയുന്ന പ്രതിഷ്ഠ കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നട തുറന്ന് അഭിഷേകം ചെയ്യുന്നതിൽ ചതുർത്ഥ സ്നാനം എന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ, സമ്പത്തുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ സമ്പൽ സമൃദ്ധിയാണ് ഇതിൻ്റെ ഗുണം. വിശുദ്ധി, സാന്നിധ്യ, സമൃദ്ധികാരകം എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ ഉണ്ടാവുന്ന ശുദ്ധി അത് വിശുദ്ധിയായി മാറുന്നു, ഏറ്റവും വൈശിഷ്ട്യമുള്ള ശുദ്ധിയായി മാറുന്നു. സാന്നിധ്യം, ദേവന്റെ സാന്നിധ്യം വളരെ കാലം, ഈ ഒരു കർമ്മം കൊണ്ട് ഇപ്പോൾ ഒരു 26 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ വളരെ കാലത്തേക്ക് ആ ചൈതന്യം പരിപൂർണതയിൽ നിൽക്കുന്ന, അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. സമൃദ്ധി, ഇവിടെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്കെല്ലാം അതിൻ്റെ സമൃദ്ധി ഉണ്ടാവുക, കുറച്ചല്ല നല്ലോണം ഉണ്ടാവുകയെന്ന്.
അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 4-ാം കലശം ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് തന്നെ നിർത്താമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് പരിപോഷിപ്പിക്കും കൂടി വേണം. നാളെ പ്രതിഷ്ഠ കഴിഞ്ഞ് അല്ല ഈ കാര്യമെല്ലാം കഴിഞ്ഞ് പോയി പിന്നെ സൗകര്യം പോലെ വന്ന് ഇവിടെ ഒരു അശ്രദ്ധയാവാൻ പാടില്ല. മാത്രമല്ല കൊല്ലത്തിലും അതിന് വേണ്ടുന്ന കുറേ നിശ്ചയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് ആലോചിച്ചിട്ട് കൂടുതൽ ചെയ്യുക. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ദ്രവ്യകലശം നടത്തുക എന്നുള്ളത്. കൊല്ലത്തിലും 6 ദിവസമായിട്ടുള്ള ദ്രവ്യകലശം നടത്തലാണ് വേണ്ടത്. പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഒരിക്കൽ തുടങ്ങി മുടങ്ങാനാക്കരുത്. അല്ലെങ്കിൽ ചെറുതായിട്ട് ശുദ്ധി കൊണ്ട് 2-3 ദിവസം കൊണ്ട് ചെയ്യാവുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അതെന്താ വേണ്ടതെന്ന് അദ്ദേഹത്തോട് ആലോചിച്ച് ചെയ്യാം. ആ കാര്യങ്ങൾ ദേവനെ അറിയിക്കുക ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ കലശം പൂജിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങേക്ക് അഭിഷേകം ചെയ്ത് ഞങ്ങൾ കലശം പൂജിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച് സന്തോഷവാനായി പ്രസന്നനായിട്ട് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നടക്കുന്നത്. എല്ലാവരും തൊഴുതുന്നു.